നമ്മളിവിടെ എന്തിനാ കൂടിയതെന്ന് എല്ലാവർക്കും അറിയാമോ? അറിയാം, നാളെ ബോബിയുടെ ജന്മദിനല്ലേ? അതെ, നാളെ ബോബിയുടെ ജന്മദിനമാണ്. അപ്പോൾ നമ്മൾ അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. എങ്ങനെ സർപ്രൈസ് കൊടുക്കാനാ ചങ്ങാതി? ഇവിടെ അടുത്തൊരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം മൊത്തം നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കണം. കുറച്ച് പഴങ്ങൾ കഴിക്കാൻ വേണ്ടി വെക്കണം. കേക്കും ഉണ്ടാക്കണം. എന്നിട്ട് ബോബിനെ വിളിച്ചുകൊണ്ടുവരണം. ഞാൻ ആ സ്ഥലം അലങ്കരിക്കാം. എനിക്ക് പറക്കാൻ പറ്റുന്നതുകൊണ്ട് ആ മരത്തിലൊക്കെ എളുപ്പം അലങ്കരിക്കാം. എന്നാൽ നീ അത് ചെയ്തോ. നിനക്കത് പറ്റിയ പണിയാ. അടുത്തതായിട്ട് ആരാ പഴങ്ങൾ പറിച്ചോണ്ട് വരുന്നത്? ഞങ്ങൾ പറിച്ചോണ്ട് വരാം. ഇവിടെ കുറെ നല്ല പഴങ്ങൾ ഉണ്ടായി കിടക്കുന്ന സ്ഥലങ്ങൾ എനിക്കറിയാം. ഞാൻ നിക്കുവിന് വഴി കാണിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ മരത്തിലൊക്കെ കേറി പഴങ്ങൾ പറിച്ചോണ്ട് വരാം. ശരി, അപ്പൊ അതും സെറ്റായി. എന്നാൽ ഞാനും ഇനിയും കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരാം. ചങ്ങാതികളെ, വേറൊരു കാര്യം കൂടി ഉണ്ട്. അതെന്താ നിക്കു? നാളെ ബോബി വരുമ്പോൾ നമ്മൾ അവനോട് ഈ സർപ്രൈസിന്റെ കാര്യം മറച്ചു വെക്കണം. അതെ, അത് ശരി തന്നെ. അവന്റെ ജന്മദിനമാണെന്ന് നമ്മൾ അറിയാത്ത രീതിയിൽ അവനോട് സംസാരിക്കണം. ഇല്ലെങ്കിൽ അവന് മനസ്സിലാകും. അപ്പൊ ശരി കൂട്ടുകാരെ, നമുക്ക് നാളത്തെ ദിവസം നല്ല രസകരമാക്കണം. ഓക്കേ. നല്ല ഉറക്കമായിരുന്നു അത്. ഞാൻ എന്തോ മറന്നതുപോലെ തോന്നുന്നു. ഇന്നെന്റെ ജന്മദിനമല്ലേ? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. വേഗം പോയിട്ട് എന്റെ കൂട്ടുകാരെ കാണട്ടെ. അവർ ഇതെന്തായാലും മറക്കില്ല. ഇന്ന് ആരും കളിക്കാൻ വന്നില്ലേ? ഇനി ഇവർ എന്റെ ജന്മദിനം മറന്നുപോയോ? അതായിരിക്കില്ല. അവർ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടുപോയതായിരിക്കും. ഞാൻ അവരെ പോയി കണ്ടുപിടിക്കാം. അയ്യോ, ബോബി! ഇവനിത് കണ്ടു കഴിഞ്ഞ പ്ലാൻ ചെയ്ത് വെച്ച സർപ്രൈസ് എല്ലാം കോളാവും. ഇവനെ അവിടെ തന്നെ നിർത്തണം. പിങ്കി, പിങ്കി, നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കി. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ബോബി. അല്ല, ഇതെന്താ നിന്റെ തലയിൽ പൂക്കൾ ഇരിക്കുന്നേ? അയ്യോ, ഇതോ? എനിക്കറിയൂല. പറക്കുന്ന സമയത്ത് തലയിൽ വീണതായിരിക്കും. അത് വിട്. നീ എന്താ ഇവിടെ? ഞാൻ ബാക്കി എല്ലാവരെയും അന്വേഷിച്ചു പോവുമായിരുന്നു. നിന്നെയെങ്കിലും കിട്ടിയല്ലോ. അതെന്തിനാ ബോബി? നിനക്കിന്ന് എന്ത് ദിവസമാണെന്ന് അറിയാവോ? ഇന്നത്തെ ദിവസമോ? അതെ, ഇന്നത്തെ ദിവസം. എനിക്ക് ഓർമ്മ വന്നു. ഇന്ന് എനിക്ക് എന്റെ വീട് വരെ പോണം. എന്റെ കൂട്ടുകാർ അവിടെ വരുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. എന്നെ ഓർമ്മിപ്പിച്ചതിന് നന്ദി ബോബി. ഞാൻ എന്നാ പോവട്ടെ. അയ്യോ, അവനിന്ന് എന്റെ ജന്മദിനമാണെന്ന് ഓർമ്മയില്ലല്ലോ. ചിലപ്പോൾ അവൻ ആ തിരക്കിൽ മറന്നു പോയതായിരിക്കും. സാരമില്ല, ബാക്കി എല്ലാവരും ഈ കാര്യം മറന്നിട്ടുണ്ടാവില്ല. നിക്കു, നീ സൂക്ഷിക്കണേ. ആ മരത്തിൽ നിന്ന് വീഴല്ലേ. ഇല്ല റമോ. അയ്യോ റമോ, ദേ ബോബി വരുന്നു. അയ്യോ, അവൻ നമ്മളെ കണ്ടാൽ സർപ്രൈസ് പൊളിയുമല്ലോ. നിക്കു, നീ അവിടെ തന്നെ നിന്നോ. റമോ, ഹായ് റമോ. ഹായ് ബോബി, നീ എന്താ ഇവിടെ? ഞാൻ നിന്നെ നോക്കുമായിരുന്നു. അല്ല, നിന്റെ കൂടെയല്ലേ നിക്കു നടക്കണേ? എന്നിട്ട് അവനെവിടെ? നിക്കുവോ? അവൻ എന്തോ അത്യാവശ്യ കാര്യത്തിന് എവിടെയോ പോയി. ഓ, ആണോ? എന്നാൽ നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതെന്താ ബോബി? ഇന്ന് എന്ത് ദിവസമാണെന്ന് അറിയാമോ നിനക്ക്? ഇന്നോ? ആഹാ, എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഈ പറിച്ച പഴങ്ങളൊക്കെ എന്റെ ഒരു സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടി പോകണമായിരുന്നു. എന്നാ ഞാൻ പോട്ടെ, ഇല്ലെങ്കിൽ വൈകും. ടാറ്റാ ബോബി. അയ്യോ, റമോയ്ക്ക് എന്റെ ജന്മദിനം ഓർമ്മയില്ല. ഇനിയിപ്പോൾ അപ്പുവിനും എനിക്ക് ഓർമ്മ കാണുമായിരിക്കും. അയ്യോ, ഈ വീട് പൂട്ടിയിട്ടേക്കുവാണല്ലോ. അപ്പോൾ ആർക്കും എന്റെ ജന്മദിനം ഓർമ്മയില്ല എന്നാ തോന്നുന്നേ. ബോബി, നീ എന്താ ഇവിടെ? അയ്യോ, നീ എന്തിനാ വെറുതെ കരയണേ?
നിക്കു, എന്നെ ആർക്കും വേണ്ട. നീ ഞങ്ങളുടെ ബോബി അല്ലേ, അതെങ്ങനെയാ നിന്നെ ആർക്കും വേണ്ടാതിരിക്കുന്നേ? നീ ഒന്നും പറയണ്ട, നീ ഒന്ന് എണീറ്റിട്ട് എന്റെ കൂടെ ഒന്ന് വന്നേ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്റെ ജന്മദിനം അപ്പോൾ ഓർമ്മയുണ്ടായിരുന്നോ? പിന്നെ അല്ലാതെ, ഞങ്ങളത് എങ്ങനെ മറക്കാനാ? അതിനല്ലേ ഞാനും അപ്പൊക്കെ ഈ രുചിയുള്ള കേക്ക് ഉണ്ടാക്കിയത്. അതെ ബോബി, നിന്നോട് ഇത്രയും സ്നേഹമുണ്ടായിട്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തേ. അയ്യോ കൂട്ടുകാരെ, ഇതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് നിങ്ങളെല്ലാം എന്റെ ജന്മദിനം മറന്നുപോയി എന്നാണ്. ഇത്രയും നല്ല സർപ്രൈസിന് വളരെ നന്ദി.